ഈ പത്മഭൂഷൺ ഒരു വിഡിഭൂഷൺ ആയി മാറിയ ഒരു കോമഡി. ഞാൻ വല്ല അവാർഡ് മേടിച്ചു. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. മമ്മൂട്ടിക്ക് പുരസ്കാരത്തിന് അർഹതയുള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത് അപമാനിക്കലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഈ പത്മഭൂഷൺ സർട്ടിഫിക്കറ്റിൽ ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പിട്ടതിന്റെ മഷി ഉണങ്ങുന്നതിന് മുമ്പ് എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാണ്. ഈ പത്മഭൂഷൺ ഒരു വിഡിഭൂഷൺ ആയി മാറിയ ഒരു കോമഡി. അതാണ് ഇന്ന് കേരളത്തിൽ നമുക്കെല്ലാവർക്കും ആസ്വദിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഫ്ലാഷ് ബാക്ക്. സാർ ബി.ജെ.പിയോട് ഇത്രയും അടുത്ത് വർത്തിക്കുമ്പോൾ പത്മഭൂഷൺ കിട്ടുമല്ലേ? എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണ്ട, ഒരു പത്മഭൂഷൺ നല്ല വിലയുണ്ട. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാമാനമായിട്ട് മാറിയില്ലേ. നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. ഡൽഹി ബേസിസും അവിടുന്ന് ഇവിടുന്നും എല്ലാം ഡോക്ടറേറ്റ് തരാം, അവാർഡ് തരാം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വിളിക്കുകയും ക്ഷണിക്കുകയും മേടിക്കുകയും കൊടുക്കുകയും മേടിക്കുകയും ചെയ്യുന്ന ആളുകളെല്ലാം ഉണ്ട്. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ. അതൊക്കെ അന്തസ്സുണ്ടായിരുന്നു, കാലം ഉണ്ടായിരുന്നു. പത്മഭൂഷൺ ഏത് പട്ടിക്ക് വേണം? വിപ്ലവം ഉണ്ടായ വഴി പറയുമ്പോഴാണ് ഞാൻ തരാന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കല്ല. ഞാൻ വല്ല അവാർഡ് മേടിച്ചാൽ നിങ്ങൾ കേൾക്കും. ഈ വർക്കത്ത് കെട്ടതിന്റെ മോന്ത കണ്ടാൽ അറിയാം ഇവൻ കുഴപ്പക്കാരനാണെന്ന്. പ്രാന്താണ്. അയ്യോ പൊന്നു മോനെ, പ്രാന്ത് എന്ന് പറഞ്ഞ ഈ സൂക്കറിനെ കുറച്ച് കാണില്ല. 2026 ഏറ്റവും നല്ല ഒരു കോമഡിയാണെന്ന് തോന്നുന്നത്. ഇന്നിപ്പോ അദ്ദേഹം കേരളത്തിലെ 2 ശത്രുക്കളെയാണ് കണ്ടുവച്ചിരിക്കുന്നത്. അതിലൊന്ന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ സമുന്നതനായ ആദരണീയനായ പ്രതിപക്ഷ നേതാവാണ്. മറ്റൊരു ശത്രു അദ്ദേഹം കണ്ടുവച്ചിരിക്കുന്നത് ഒരു ടാർഗറ്റിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ ടാർഗറ്റ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ആയിരുന്നു. വ്യക്തിപരമായി അദ്ദേഹത്തിന് വി.ഡി. സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ എന്തോ ഒരു ഭയമാണ്. വി.ഡി. സതീശൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഹാലിളകുന്ന ഒരു മട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ വരികയും വി.ഡി. സതീശൻ അതിനകത്ത് താക്കോൽ സ്ഥാനങ്ങളിലൊക്കെ വരികയും ചെയ്താൽ ഇതുവരെ LDF ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നും കിട്ടിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണം അദ്ദേഹത്തിന് കിട്ടാതെ പോകുമോ എന്ന വലിയ ആശങ്ക അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. അദ്ദേഹം ഇപ്പോൾ ഒരു അരക്കില്ലത്തിൽപ്പെട്ടിരിക്കുക. ആ അരക്കില്ലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലെ ദുർചെയ്തികൾ കൊണ്ട് രൂപപ്പെട്ടു വന്നിട്ടുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ്. V.S. അച്യുതാനന്ദന് ഇന്ന് പത്മവിഭൂഷൺ കൊടുത്തിട്ടുണ്ട്. V.S. അച്യുതാനന്ദൻ വാദിയും വെള്ളാപ്പള്ളി നടേശൻ പ്രതിയുമായിട്ട് കേരളത്തിൽ ഒരു കേസ് നടക്കുന്നുണ്ട്. അതായത് മൈക്രോ ഫൈനാൻസ് ബാക്ക്വേർഡ് കോർപ്പറേഷനിൽ നിന്ന് എടുത്ത മൈക്രോ ഫൈനാൻസ് കേസ് സംബന്ധിച്ച് വിജിലൻസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ക്രൈം, അതിന്റെ കംപ്ലൈനന്റ് V.S. അച്യുതാനന്ദനാണ്. ഇവിടെ ഒരു ക്രിമിനൽ കേസിലെ വാദിക്കും പ്രതിക്കും ഒരേ ദിവസം തന്നെ ഒരാൾക്ക് പത്മവിഭൂഷണും മറ്റാൾക്ക് പത്മഭൂഷണും ലഭിച്ചിരിക്കുന്ന ഒരു അസുലഭ ദിവസമാണ്. ഒരുപക്ഷെ ഈ പത്മഭൂഷൺ ഈ ബഹുമതികളൊക്കെ കൊടുത്തു തുടങ്ങിയ കാലം മുതൽ ഇന്നേ വരെ ഇത്രയും നല്ല ഒരു ഫലിതം ആസ്വദിക്കാൻ നമുക്ക് ഇന്ത്യക്കാർക്ക് ആർക്കെങ്കിലും അവസരം ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. വാദി അച്യുതാനന്ദൻ, പ്രതി വെള്ളാപ്പള്ളി നടേശൻ, വാദിക്ക് പത്മവിഭൂഷണും പ്രതിക്ക് പത്മഭൂഷണും. ഈ വെള്ളാപ്പള്ളിയെ ഈ പത്മഭൂഷൺ മേടിക്കാൻ പരുവത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഏറ്റവും നിർണായകമായ 32 കൊല്ലമോ മറ്റേ അദ്ദേഹത്തിന്റെ സേവകനായിട്ടുണ്ടായിരുന്നയാളാ. അദ്ദേഹത്തിനും കൂടെ ഒരു ചെറിയ ഭൂഷണം എന്തെങ്കിലും കൂടെ കൊടുത്തായിരുന്നെങ്കിൽ ഭംഗിയായേനെ എന്ന് എനിക്ക് തോന്നുകയാ. നിങ്ങളിപ്പോ ഒരു വിവാദം ഉണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അവാർഡുകളുടെ എല്ലാം നിലവാരം പലപ്പോഴും താന്നു പോകുന്നു. അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടല്ല, ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. സത്യം പറയുന്നതിനെ കരിയോലി വയ്ക്കാനും തേജോവധം ചെയ്യാനും
സത്യം പറയുന്നവരെ ജാതിയുടെ പേരിൽ ആദ്യ പറഞ്ഞെന്ന് പറഞ്ഞ് വധിക്കാനും നടക്കുന്ന ഈ കാലഘട്ടത്തിൽ അപ്പൊ നീയോ? ഞാനും ഏതാണ്ട് ഇതിന്റെ കൂടെ അടുത്തായിട്ട് വരും. ഇപ്പോൾ കിട്ടിയ അവാർഡിന് ഒരു ഇരട്ടി മധുരമുണ്ട്. കാരണം ഒരുപാട് വിമർശനങ്ങൾ മോനെ ഉണ്ടായിരുന്നു. നാണമില്ലേ കുഞ്ഞപ്പ? നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. നല്ലത് പറയാൻ പഠിക്കുക. നിങ്ങൾക്ക് വിവാദം സൃഷ്ടിച്ച് അതിൽ നിന്ന് റേറ്റ് ഇങ്ങനെ റേറ്റ് വർദ്ധിപ്പിക്കാൻ നോക്കുക. അത് ശരിയല്ല. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞു. അവർക്ക് ഇപ്പോൾ തോന്നി. ഞാൻ പറയട്ടെ, എനിക്കൊന്നും അറിയില്ല. ഇപ്പോൾ കോൺഗ്രസ്സുകാരിരുന്നപ്പോൾ അവരെല്ലാം മോശക്കാരാണെന്ന് എനിക്ക് പറയാനൊക്കത്തില്ല. കോൺഗ്രസ്സുകാർ ഒരുപാട് മരിച്ച് അവർ പലർക്കും കൊടുത്തു. അവർ കൊടുത്തവരെല്ലാം അത്ര മോശക്കാരല്ല. അവരെല്ലാം മാന്യന്മാരും മിടുക്കന്മാരും അർഹരുമായിരുന്നു. ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നു ഈ ഗവൺമെന്റ് എന്നപ്പോൾ. അപ്പൊ ആ കൂട്ടത്തിൽ എന്നെ വരുത്തി മുട്ടി കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ എനിക്ക് കിട്ടുന്നു, അതേ സ്റ്റാൻഡേർഡിൽ കിട്ടുന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് രസം തോന്നിയത് അദ്ദേഹം ഞാനും ഒരേ മാസത്തിൽ ചിങ്ങമാസത്തിൽ ജനിച്ച വിശാഖക്കാരന് ഒരേ രീതിയിൽ ഒരേ സമയത്ത് ഒരേ അവാർഡ് കിട്ടുന്നു. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. കാരണം ഇതിനൊക്കെ അർഹതയുണ്ടോ ഇല്ലെന്ന് എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ വിലയും നിലയും എന്തുമാത്രം ഉണ്ടെന്നുള്ളതിനെ പറ്റി ഞാൻ വേണ്ടത്ര അറിവുള്ളവനല്ല. നീ അങ്ങനെയല്ലല്ലോ നേരത്തെ പറഞ്ഞത്. ഭൂഷൺ വല്ല വിലയുണ്ട, അത് കാശ് കൊടുത്താൽ കിട്ടുന്നത് സാമാനമായിട്ട് മാറിയില്ലേ? ഞാൻ എന്റെ തലയിൽ തലയിൽ അങ്ങനെ പലതും തോന്നും. ഭൂഷൺ വല്ല വിലയുണ്ട. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എന്നാൽ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ കൊടുത്തപ്പോൾ ആ പുരസ്കാരത്തിന്റെ വില നഷ്ടപ്പെടുത്തുന്നതിന് തുല്യമായി അതേ പുരസ്കാരം, അതായത് രാജ്യത്തെ രണ്ടാമത്തെ വലിയ പരമോന്നത പുരസ്കാരം വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത്. വെള്ളാപ്പള്ളി നടേശൻ ആ പുരസ്കാരം വാങ്ങുന്നതോടെ പത്മ പുരസ്കാരത്തിന്റെ അന്തസ്സും അഭിമാനവും പൂർണ്ണമായും ഇല്ലാതാകുന്നു. കഷ്ടായിപ്പോയി, വെടിവെച്ച് കൊല്ലണപ്പാന്തിനെ. എന്തടിസ്ഥാനത്തിലാണ് വെള്ളാപ്പള്ളി നടേശനെ പത്മഭൂഷൺ നൽകിയത്? അപ്പോൾ പിന്നെ ഏത് ക്രിമിനലുകൾക്കും ഈ പുരസ്കാരത്തിന് യോഗ്യതയുണ്ടോ? തന്റെയും തന്റെ കുടുംബത്തിന്റെയും രാഷ്ട്രീയ സാമ്പത്തിക താല്പര്യം മാത്രം സംരക്ഷിക്കാൻ പരിപൂർണമായി ആ പ്രസ്ഥാനത്തെ ഇല്ലാതാക്കിയ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോയിരുന്നെങ്കിൽ വെള്ളാപ്പള്ളി എത്രയോ വർഷം മുമ്പ് ജയിലിലാവുമായിരുന്നു. വെള്ളാപ്പള്ളിയുടെ മേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത് കൊലപാതക ശ്രമമടക്കം, ആത്മഹത്യാ പ്രേരണയടക്കം, വഞ്ചനയും തട്ടിപ്പുമടക്കം അനേകം കുറ്റകൃത്യങ്ങളാണെന്ന് ഓർക്കണം. സംസ്ഥാന വ്യാപകമായി മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് നടത്തി ആ പണമൊക്കെ അടിച്ചുമാറ്റിയ 100-ലധികം കേസുകളിലെ പ്രതിയാണ് വെള്ളാപ്പള്ളി നടേശൻ. SNDP എന്ന പ്രസ്ഥാനത്തിന്റെ ആസ്തികൾ ജപ്തിയുടെ വക്കിലെത്തി നിൽക്കുന്നത് വെള്ളാപ്പള്ളിയുടെ വാസന കൊണ്ടാണ്. അങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ വെള്ളാപ്പള്ളിക്കെതിരെ ചുമത്തേണ്ടതും ചുമത്തിയിരിക്കുന്നതും 100 കണക്കിന് ക്രിമിനൽ കേസുകൾ. ഇതിന്റെയൊക്കെ പുറമെയാണ് നമ്മുടെ സമൂഹത്തിൽ വിദ്വേഷം പരത്തുക എന്ന ലക്ഷ്യത്തോടെ വെള്ളാപ്പള്ളി നടേശൻ പ്രസംഗങ്ങൾ നടത്തുന്നത്. ആ വെള്ളാപ്പള്ളി നടേശൻ അനേകം ക്രിമിനൽ കേസുകളിലെ പ്രതിയായിരിക്കുമ്പോഴും അദ്ദേഹത്തിന് രാജ്യത്തെ രണ്ടാമത്തെ പരമോന്നതമായി പുരസ്കാരം നൽകി എന്ന് പറഞ്ഞാൽ ഈ പുരസ്കാരത്തിന്റെ അന്തസ്സ് തന്നെ ഇല്ലാതാക്കുന്നു കേന്ദ്ര സർക്കാർ. മമ്മൂട്ടിക്ക് പുരസ്കാരത്തിന് അർഹതയുള്ളപ്പോൾ തന്നെ മമ്മൂട്ടിയോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശന് കൊടുത്തത് അപമാനിക്കലാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. സമാധാനമായല്ലോ.